കുഞ്ഞിലേക്ക് എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്തൊരു ഇലവർഗ്ഗമായിരുന്നു മുരിങ്ങയില. പക്ഷേ ഒരു പ്രായമായപ്പോൾ നമ്മളിതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ ഇതിൻ്റെ ഡയറ്റിൽ കുറച്ചായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാൻ മുരിങ്ങയില 3 ടൈപ്പാണ് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഒന്ന് കറി, നമ്മുടെ മുരിങ്ങയിലയും പരിപ്പും ഇട്ട കറിയായിട്ടാണ്. സെക്കൻഡ് വൺ ഓംലെറ്റ് ആണ്. ഞാനിപ്പോൾ ഉണ്ടാക്കുന്നൊരു ഓംലെറ്റാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട്. അതുപോലെ ഒരു സിമ്പിൾ ഓംലെറ്റ് ആയിട്ട് ഞാൻ ഉണ്ടാക്കും. എനിക്ക് മൂന്നാമത്തെയാണ് ഏറ്റവും ഫേവറേറ്റ്, മുരിങ്ങയില തുകയിൽ. അത് ഞാനൊരു സെപ്പറേറ്റ് റെസിപ്പി ആയിട്ട് ചെയ്യാം. അത് ഭയങ്കര ടേസ്റ്റാണ്. ഈ രണ്ടെണ്ണത്തിനേക്കാളും കൂടുതൽ ഏറ്റവും അടിപൊളിയായ മുരിങ്ങയില തുകയിലാണ്. രാവിലത്തെ ഓംലേറ്റ് നമ്മൾ കുറച്ചും കൂടി ന്യൂട്രീഷ്യസ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇലവർഗ്ഗങ്ങളോ ഒന്നല്ലെങ്കിൽ സ്പിനച്ച് ഇടാം, അല്ലെങ്കിൽ മുരിങ്ങ ഇടാം, അല്ലെങ്കിൽ മഷ്റൂംസ് ആഡ് ചെയ്യാം. അങ്ങനെ കുറച്ചും കൂടി നമ്മൾ അതിനകത്ത് മുട്ട മാത്രമല്ലാതെ വേറെ കുറച്ച് വെജിറ്റബിൾസും ലീവ്സൊക്കെ ആഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതിൻ്റെ ന്യൂട്രീഷൻ വാല്യൂ കുറച്ചും കൂടി കൂട്ടും. അപ്പോൾ ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റിന് ഇപ്പം ഇവിടെ ഒരു ആട്ട കുൽച്ചയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. സാധാരണ ബ്രെഡിൻ്റെ ഒപ്പം അടിപൊളിയാണ്. എനിവേസ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും.